നമ്മളെ നടക്കാൻ പോയിട്ട് അമ്പലക്കുളം എത്തിയപ്പോഴേക്കും നേരം പരപരാ വെളുത്തു തുടങ്ങി. സാധാരണ നമ്മൾ തിരിച്ചു വരുന്ന നേരത്താണ് ഇതുപോലെ വെളുത്തു തുടങ്ങാറ്. ഇതേ നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ സൈഡിലായിട്ട് പട്ടിക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ കിടന്ന് സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നേരം നല്ല വെളുത്തു. നേരം വൈകുമ്പോൾ നമ്മുടെ ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വൈകുമോ എന്നുള്ളൊരു ടെൻഷനാണ് ഉണ്ടാവാറ്. ഞാൻ ഇന്നലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രീസറിലാണെങ്കിൽ കുറച്ച് ഞണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം ചേട്ടായി ഞണ്ടും അയിലയും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അയില കറി വെച്ച് ഞണ്ടിനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മോളൂനാണെങ്കിൽ അത് കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷമാണ്. ഞണ്ട് കറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടാന്നാണ്. എന്നാലും നമ്മൾ കുറച്ച് വെണ്ടയ്ക്കയും കൂടി തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതും കൂടി വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചു. പിന്നെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള കുറേ തുണികളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വെള്ളത്തിൽ സോപ്പും പൊടിയൊക്കെ കലക്കി പാക്കറ്റിൽ അങ്ങനെ മുക്കി വെച്ചു. അപ്പോൾ സോപ്പും അത് ഇങ്ങനെ കലക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മക്കൾ വന്നവരും കൂടെ കളിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം തുണിയൊക്കെ മുക്കി അതിൽ വെച്ചു. പിന്നെ നമുക്ക് കുറേ പണികളുണ്ടായിരുന്നു. ഇന്ന് അച്ചാറുണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. കുറേ വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനുണ്ട്. അപ്പോൾ വേഗം ഈ വക ജോലികളൊക്കെ തീർത്ത് വെച്ചാൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പോയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു. പിന്നെ നമ്മുടെ ചെടികളുണ്ടല്ലോ അടുക്കളത്തോട്ടത്തിലെ, അവരെയൊക്കെ ഒന്ന് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് തൊട്ട് തടവിട്ട് നോക്കി. നമ്മുടെ 10 മണി ചെടീനെ ഒന്ന് നോക്കി. പൂക്കളൊന്നും വിടർന്നിട്ടില്ല. 10 മണിയായിട്ടില്ലാത്തതുകൊണ്ടാവും. 10 മണിയായ കറക്റ്റ് അത് വിടർന്നിട്ടുണ്ടായിരിക്കും. ഒരു കുഞ്ഞി കയ്പക്കുഞ്ഞൻ. പിന്നെ മക്കൾക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് നൂലപ്പം പാലും കഴിച്ചു. ഇതെവിടെയാണ് പാൽ കൂട്ടി തീരെ കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടി കുറച്ച് മീൻകറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസത്തെ മീൻകറിയാണ്. അപ്പോൾ അവൻ അതും കൂട്ടിയാണ് കഴിക്കുക. പിന്നെ നമ്മൾ ഞണ്ട് നന്നാക്കൽ പ്രക്രിയയിലേക്ക് കടന്നു. ഞാൻ മീൻ നന്നാക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. കുളമീൻ, പുഴമീൻ ആ സാധനങ്ങളൊന്നും നന്നാക്കില്ല. കടൽ മീൻ നന്നാക്കാൻ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. നല്ല സ്പീഡിൽ ഇങ്ങനെ നന്നാക്കും. അപ്പോൾ വേഗം നമ്മളിങ്ങനെ നന്നാക്കിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പം ഞണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഉച്ചയ്ക്കാകുമ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്താൽ ശരിയാവില്ല. കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു മസാലക്കറിയാണ് വെക്കാൻ പോണത്. ഉരുളക്കിഴങ്ങും സവാളയും മസാലയൊക്കെ ചേർത്തിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ലാസ്റ്റ് കുറച്ച് നാളികേരപ്പാലും കൂടി പിഴിഞ്ഞ് ചേർത്തു. പിന്നെ മോളിൻ്റെ പേപ്പർ കിട്ടുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ മോളൂസ് കുളിച്ച് റെഡി വന്നപ്പോൾ അവൾ മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു. എനിക്കാകെ 2 തരത്തിലുള്ള ഹെയർ സ്റ്റൈലേ ഇഷ്ടമുള്ളൂ. അവൾക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. ഇന്നെന്താണ് അവൻ നിന്ന് തന്നു. ഞാൻ കെട്ടിക്കൊടുത്തു. അത് ഞാൻ വേഗം കുളിച്ച് വന്ന് ഞാനും അങ്ങോട്ട് റെഡി ആവാൻ തുടങ്ങി. മുടിയൊക്കെ വേഗം ചെയ്യും. അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പം വന്നിട്ട് സ്നേഹപ്രകടനമൊക്കെ നടത്തി അങ്ങോട്ട് പോയി. അപ്പോൾ മുടിയൊക്കെ കെട്ടി വേഗം ഒരു കമ്മലും അങ്ങോട്ട് എടുത്തിട്ട് ഒരു സിന്ദൂരം തൊട്ട്, ഇന്നലത്തെ സിന്ദൂരം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി വരച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ആ കമ്മലൊക്കെ വേഗം എടുത്തിട്ട് ഒരു ഷോളും കൂടി എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ചേട്ടായിയുടെ അടുത്തേക്ക് പോകണം, പച്ചക്കറി കടയിലേക്ക്. ചേട്ടായിയുടെ ഒന്ന് കൊണ്ടാക്കി തരാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കുഞ്ഞു വഴി കൂടിയാണ്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമ്മുടെ പച്ചക്കറി കടയുടെ അവിടേക്ക്. അപ്പോൾ അതിലേ അങ്ങോട്ട് പോയിട്ട് പച്ചക്കറി കട എത്തി. അപ്പോൾ ചേട്ടായി നല്ല തിരക്കിലാണ്. മടി കാട്ടുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വണ്ടിയുടെ സെൽഫ് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കത് ഓടിച്ച് പോയത്തിരി പേടിയാണ്. ഇപ്പോൾ പിന്നെ ഭാഗ്യത്തിന് ചേട്ടായി വേഗം വന്നു. അപ്പോൾ നമ്മളെയും കൊണ്ട് സ്കൂളിലേക്ക് ആക്കി തന്നു. സ്കൂളിലെത്തിയപ്പോൾ ടീച്ചറെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തന്നു കേട്ടോ. പിന്നെ കാണിക്കാൻ മാത്രമുള്ള മാർക്കില്ലാത്തതുകൊണ്ട് ഞാൻ അത് കാണിക്കില്ല. അപ്പോൾ അവിടെ നിന്ന് വന്ന് സെൻറ്റ് ജോർജസ് മിക്സഡ് LP സ്കൂളിലാണ് മോളൂസ് പഠിക്കുന്നത്. വളരെ നല്ല സ്കൂളാണ് കേട്ടോ അത്. അപ്പോൾ വരുന്ന വഴിക്ക് മോളിൻ്റെ ജെല്ലി മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തു. അവൾക്ക് എപ്പോഴും അത് ഈ ജെല്ലി മിഠായിയാണ് ഇഷ്ടം. എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും ഞാൻ പിന്നെ അവൾ വാശി പിടിച്ചാൽ വാങ്ങിക്കൊടുത്തു. പിന്നെ വീട്ടിലെത്തി നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി വീണ്ടും മൂഷിക സ്ത്രീയായി നമ്മുടെ ജോലികളിലേക്ക് കടന്നു. വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. വന്ന ഉടനെ തന്നെ വേഗം വെണ്ടയ്ക്ക അരിയാൻ തുടങ്ങി. വെണ്ടയ്ക്കും കിണ്ടൽ ഈ കട്ടുമ്പോഴല്ലോ ചെരിനേക്കാൾ എനിക്കെളുപ്പം ഇങ്ങനെ കൈ വെച്ച് വേഗം അരിയണതാണ്. പിന്നെ അത് വേഗം അങ്ങോട്ട് കുറച്ച് ഉള്ളിയും ഇതൊക്കെ ചതച്ചിട്ടിട്ട് അത് വേഗം അങ്ങോട്ട് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോളൂസിനായിട്ട് ഇരുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. മോളൂസാണെങ്കിൽ ഞണ്ട് മാത്രമാണ് കഴിക്കുന്നത്. ചോറൊന്നും ഒട്ടും കഴിക്കണ്ടായിരുന്നില്ല. എനിക്ക് ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ആക്രാന്തത്തോടെ ചോറ് വരി കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പോൾ മക്കളൊക്കെ കൂടിയിട്ട് അരിസായ കളിക്കായിരുന്നേ. നമ്മൾ അരിസായ കളിയാ ഗോളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരത് കളിക്കായിരുന്നു. മോളൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ അവളെ ഞാൻ സൂത്രത്തിൽ കുറച്ചല്ല ഒരു റോബസ്റ്റ് പഴം കഴിപ്പിച്ചു. അപ്പോൾ അതങ്ങനെ കഴിച്ചു കിട്ടാം. പിന്നെ നമ്മുടെ ഉണ്ടു വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പട്ടികളൊന്നും സാധാരണ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പണ്ട് തീരെ ഇഷ്ടമുണ്ടായില്ല. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ എനിക്കായിട്ട് ഞങ്ങളെ സ്നേഹിക്കാനൊന്നും പ്രത്യേകിച്ച് അറിയില്ല. ഇഷ്ടമില്ല ദേഷ്യമില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ മൃഗങ്ങളെ പട്ടി പൂച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സംസർഗ ഗുണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഇവനെ ഭയങ്കര ഇഷ്ടം. വേറെ 2 പട്ടിയുണ്ട്. ഇവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.